ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡ്രൈവർ തസ്തികയിലേക്ക് വേണ്ടി നടത്തി വരുന്ന എക്സാമിന് ചോദിക്കാവുന്ന മെക്കാനിക്കൽ സെക്ഷനിലെ ചില ടോപ്പിക്കുകൾ. ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ് ഇങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാന ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ കാണാത്തവർ മറ്റു 2 വീഡിയോ കൂടെ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഒന്ന് കിടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു ഓൺലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോം തന്നെയാണ് അൺഅക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്ത ഈ ഒരു ഓൺലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോമിൽ ഒട്ടനവധി ബാച്ച് കോഴ്സുകളായിട്ടാണ് ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നത്. അതിലാദ്യം പറയുന്നു ദൗത്യം എന്ന ബാച്ച് കോഴ്സ്. ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന ബാച്ച് കോഴ്സാണ് ദൗത്യം. തുടർന്നുള്ള ജേതാവ് എന്നൊരു 80 ദിവസ ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. LGS മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ജേതാവ് എന്ന ബാച്ച് കോഴ്സ്. പിന്നെ ദിശ എന്ന ബാച്ച് കോഴ്സ് 12th ലെവലിനെ ഈക്വലൻ്റ് ആക്കിക്കൊണ്ടുള്ള ഒരു ദിശ എന്ന ബാച്ച് കോഴ്സ്. LGS മെയിൻ ആസ്പദമാക്കി ജേതാവെന്ന ബാച്ച് കോഴ്സും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി ടെസ്റ്റ് സീരീസും ഇപ്പോൾ നടന്നു വരുന്നു. അപ്പോൾ ഇതിലെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് 1ാം റാങ്ക് മേടിക്കുന്നവർക്കും നല്ല മികച്ച റാങ്ക് മേടിക്കുന്നവർക്കും ഒട്ടനവധി പ്രൈസസാണ് അൺഅക്കാഡമി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എല്ലാം നമുക്കാവശ്യമായ എല്ലാം ഇതിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അക്കാഡമി 10 എന്ന കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ 8415 രൂപയ്ക്ക് ലഭ്യമാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസാണ് ലക്ഷ്യമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ഒരുപാട് സഹായിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക് 1ാം ഭാഗം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ബ്രേക്ക് സിസ്റ്റം. എന്താണ് വാഹനത്തിൻ്റെ ബ്രേക്ക് സിസ്റ്റം? വാഹനത്തിൻ്റെ എൻജിനെ പോലെ തന്നെ ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ് വാഹനത്തിൻ്റെ ബ്രേക്ക്. PSCയുടെ ചോദ്യം മാത്രം പറയുന്നു, വാഹനം ഒരു വശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുന്നത്? ബ്രേക്ക് ഡ്രാഗിങ് എന്നാ പറയുന്നത്. ബ്രേക്ക് ഡ്രാഗിങ്, അതായത് ബ്രേക്ക് നമ്മൾ അമർത്തുമ്പോൾ വാഹനം ഒരു വശത്തേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ബ്രേക്ക് ഡ്രാഗിങ്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും പരിശോധിക്കേണ്ടത് ഏതെന്ന് ചോദിക്കാം. അതിൽ ഓപ്ഷനിൽ ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ആൻസർ. പലതരത്തിലുള്ള ബ്രേക്ക് ഉണ്ട്. ഡ്രം ബ്രേക്ക്, മെക്കാനിക്കൽ ബ്രേക്ക് ഉണ്ട്, എയർ ബ്രേക്ക് ഉണ്ട്, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൽ നമ്മൾ സാധാരണ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന ബ്രേക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഹൈഡ്രോളിക് ബ്രേക്ക്. അപ്പോൾ ഹൈഡ്രോളിക് ബ്രേക്ക്. അപ്പോൾ ഇതിൽ മാധ്യമം ആയി പ്രവർത്തിക്കുന്നത് ഏതാണ്? ഫ്ലൂയിഡാണ്. അപ്പോൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ പാസേജിൽ എന്തെങ്കിലും എയർ ബബിൾ തങ്ങി നിൽക്കുന്നു എങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താ വിളിക്കുന്നത്? ബ്ലീഡിങ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബ്ലീഡിങ് എന്തെന്ന് ചോദിച്ചാൽ, അതായത് നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ ഫ്ലൂയിഡിലുള്ള എയർ കണ്ടൻറ്റ് കളയുന്ന പ്രക്രിയയാണ് എയർ ബ്ലീഡിങ് എന്ന് പറയുന്നത്. ഇനി ഈ മാസ്റ്റർ സിലിണ്ടർ, വീൽ സിലിണ്ടർ ഇവയെല്ലാം ഏതിൻ്റെ ഭാഗം ആണെന്ന് ചോദിച്ചാലും അത് ഏതാണ്? ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം. ഇനി നമ്മുടെ ഈ ബ്രേക്കിൽ എല്ലാം നമ്മുടെ ബ്രേക്ക് ലൈനർ ഉണ്ടല്ലോ. ബ്രേക്ക് ലൈനർ പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഷൂവിൽ റിവറ്റ് വെച്ചോ അല്ലെങ്കിൽ ഒട്ടിച്ചു വെച്ചോ ഘടിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ബ്രേക്ക് ലൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ലൈനറാണ് ഡ്രമ്മിൽ ഉരസി ബ്രേക്ക് അപ്ലൈ ആകുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ലൈനർ നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏതെന്ന് ചോദിച്ചാൽ അത് ആസ്ബറ്റോസ്. ഇനി ഈ ലൈനർ എവിടെ ഉറപ്പിച്ചിരിക്കുന്നത്? ബ്രേക്ക് ഷൂവിൽ. അതും തെറ്റിപ്പോകരുത്. ഇനി സാധാരണ പുറകിലെ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിലെ വീൽ സിലിണ്ടർ ഉണ്ട്. വീൽ സിലിണ്ടർ എവിടെയാണ്
ഉറപ്പിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അത് ബാക്ക് പ്ലേറ്റ് എന്ന് പഠിക്കുക. അപ്പോൾ തെറ്റിപ്പോകരുത്. വീൽ സിലിണ്ടർ അതെവിടെയാണ്? ബാക്ക് പ്ലേറ്റ്. വീൽ സിലിണ്ടർ എവിടെയാണ്? ബാക്ക് പ്ലേറ്റ്. എന്നാൽ നമ്മുടെ ലൈനർ എവിടെ ഉറപ്പിച്ചിരിക്കുന്നത്? ലൈനർ ഉറപ്പിച്ചിരിക്കുന്നു നമ്മുടെ ബ്രേക്ക് ഷൂവിൽ. അപ്പോൾ അതൊന്നും മാറിപ്പോകരുത്. ഇനി നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ബ്രേക്ക് ഏതെന്ന് ചോദിക്കാം. ഏത് ബ്രേക്കാണ്? അത് ഹാൻഡ് ബ്രേക്ക്. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് പുറകിലെ 2 വീലുകളെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അതിന് മുൻവീലുമായി യാതൊരു ബന്ധവുമില്ല എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ലോഡർ വാൾവ് അല്ലെങ്കിൽ സിസ്റ്റം പ്രൊട്ടക്ഷൻ വാൾവ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വാൾവ് അതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് എയർ ബ്രേക്ക് സിസ്റ്റം. ഈ എയർ ബ്രേക്ക് സിസ്റ്റത്തിലെ മാധ്യമം ഏതാണ്? അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ഏതാണ്? അത് കംപ്രസ്ഡ് എയർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ നമ്മുടെ ഈ എയർ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഈ ഒരു കംപ്രസ്ഡ് എയർ ഉണ്ടല്ലോ, അതിൻ്റെ ക്വാണ്ടിറ്റി ചോദിക്കാം. 6 kg/cm² ആണ്. 6 kg/cm² കംപ്രസ് എയർ ആയിരിക്കണം എന്നും ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ നേരെ പോകുന്നു ഏതിലേക്കാണ്? ടയർ. അപ്പോൾ ടയറിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പാണ്. അത് വേറെ ഒന്നുമല്ല, അതിൻ്റെ റീഡിങ്ങിനെ സംബന്ധിച്ചാണ്. ഈ എഴുതിയിരിക്കുന്ന റീഡിംഗ് ഉണ്ടോ, അത് എന്തൊക്കെയാണെന്ന് പ്രത്യേകിച്ച് ചോദിക്കും. ശ്രദ്ധിക്കുക. ആദ്യം തന്നെ എഴുതിയിരിക്കുന്ന റീഡിംഗ് 215 എന്ന് എഴുതിയിരിക്കുന്ന റീഡിംഗ് എന്താണ്? ടയറിൻ്റെ വീതി. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ റീഡിംഗ് ടയറിൻ്റെ വീതിയിൽ തുടങ്ങും എന്ന് എഴുതുക. ഇനി തൊട്ടടുത്ത് ഉള്ള നമ്പർ ഏതാണ്? ആസ്പെക്ട് റേഷ്യോ ആണ്. അതായത് ടയറിൻ്റെ നമ്മൾ സൈഡിൽ നിന്ന് കാണുമ്പോഴുള്ള വീതി. അപ്പോൾ ഇതിൻ്റെ അതാണ് ഈ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഈ തന്നിട്ടുള്ള R എന്താണ്? അത് റേഡിയലിനെ സൂചിപ്പിക്കുന്നു. റേഡിയൽ ടയർ എന്ന് തെളിയിക്കാനാണ് R ഉള്ളത്. ആ റേഡിയൽ കഴിഞ്ഞിട്ടുള്ള ആ നമ്പർ ഏതാണ്? അത് റിം ഡയമീറ്റർ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് റിം ഡയമീറ്റർ. പിന്നെയും അടുത്ത നമ്പർ ഏതാണ്? ലോഡ് ഇൻഡെക്സ്. അതിന് എത്രമാത്രം ലോഡ് താങ്ങാം എന്നുള്ളതാണ് അതിൻ്റെ ലോഡ് ഇൻഡെക്സ് അടുത്ത നമ്പർ. ഇനി അടുത്ത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉണ്ട്. അതെന്തിനെ കാണിക്കുന്നു? സ്പീഡ് ഇൻഡെക്സ്. അപ്പോൾ എന്താണ്? സിമ്പിളാണ്. ആദ്യം ഒരു വീതിയിൽ നിന്ന് തുടങ്ങുന്നു, അടുത്ത അതിൻ്റെ സൈഡ് വാളിൻ്റെ വീതിയിൽ നിന്ന് തുടങ്ങുന്നു, തൊട്ടടുത്ത് റേഡിയൽ എന്ന് കാണിക്കുന്നു, അതിൻ്റെ അടുത്തുള്ള നമ്പർ റിം ഡയമീറ്റർ എന്ന് കാണിക്കുന്നു, തൊട്ടടുത്തുള്ള ലെറ്റർ നമ്പർ ലോഡ് ഇൻഡെക്സിനെ കാണിക്കുന്നു, ലാസ്റ്റ് ആൽഫബറ്റ് സ്പീഡ് ഇൻഡെക്സിനെ കുറിക്കുന്നു. അപ്പോൾ ഇത്രയും ഒന്ന് പഠിച്ചിരുന്നാൽ മതി. അടുത്ത ടോപ്പിക് നോക്കുവാണെങ്കിൽ ബാറ്ററി. ബാറ്ററിയിലും വലുതായിട്ടൊന്നുമില്ല. എപ്പോഴും ചോദിക്കും ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ട് എത്രയാണ്? 12 വോൾട്ട്. എന്നാൽ ഹെവി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന വോൾട്ട് എത്രയാണ്? 24 വോൾട്ട്. ഈ ഒരു വ്യത്യാസം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഈ 12 വോൾട്ട് ബാറ്ററിയിൽ 6 സെല്ലുകളാണ് ഉള്ളത്. ഇതിൽ ഉപയോഗിക്കുന്ന ലായകം ഏതാണ്? H2SO4. തെറ്റിപ്പോകരുത്, സൾഫ്യൂരിക് ആസിഡ്. ഇതിൽ ഉപയോഗിക്കുന്ന ലായകം ഏതാണ്? H2SO4 സൾഫ്യൂരിക് ആസിഡ്. ഇനി ഈ ഓരോ ഇലക്ട്രോലൈറ്റിൻ്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഒന്ന് ഓർത്തിരിക്കൂ. ഏതാണ്? ഹൈഡ്രോമീറ്റർ. അപ്പോൾ ഇതിൻ്റെ സാന്ദ്രത അളക്കുന്നു എന്താണ്? ഹൈഡ്രോമീറ്റർ. ഇനി അടുത്തൊരു ചോദ്യം, ഈ ആൾട്ടർനേറ്റർ അതുവഴിയാണ് ഇതിൽ കറണ്ട് ഇങ്ങനെ സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഈ ഓൾട്ടർനേറ്ററിലുള്ള കറണ്ട് ബാറ്ററിയിൽ നിന്ന് വരുന്നില്ല എങ്കിൽ നമ്മുടെ വാണിംഗ് ലാമ്പ് കത്തി നിൽക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ബാറ്ററിയിൽ ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി നമ്മൾ നോക്കുന്നു വാഹനത്തിൻ്റെ റിയർ വ്യൂ മിറർ. അതിൻ്റെ റിയർ വ്യൂ മിറർ എപ്പോഴും ഏതാണ്? കോൺവെക്സ് മിറർ ആയിരിക്കും. ഏതാണ്? കോൺവെക്സ് മിറർ. അതായത് ദൂരെയുള്ളത് നമുക്ക് അടുത്ത് കാണാം, അതിനുവേണ്ടി കോൺവെക്സ് മിറർ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഓപ്ഷനിൽ കോൺവെക്സ് ലെൻസ് എന്ന് കാണും. അപ്പോൾ തെറ്റിക്കരുത്, കൃത്യമായി തന്നെ അത് വായിക്കുക, ക്വസ്റ്റ്യൻ വ്യക്തമായി വായിക്കുക. അടുത്ത് നമ്മൾ ഹെഡ്ലൈറ്റിലേക്ക് കടക്കുന്നു. ഇവിടുത്തെ
പി എസ് സിയുടെ സ്ഥിരം ചോദ്യം ഇതിൻ്റെ ഷേപ്പാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ റിഫ്ലക്ടറിൻ്റെ ഷേപ്പ് ഏതാണ്? പാരാബോളിക് ഷേപ്പാണ്. പാരാബോളിക് ഷേപ്പാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യുവാൻ ആവശ്യം വന്നു എങ്കിൽ ഏത് ലൈറ്റ് നമ്മൾ പ്രകാശിപ്പിക്കും? പാർക്ക് ലൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി രാത്രിയിൽ എതിരെ വരുന്ന വാഹനം എപ്പോഴും ഡിം ലൈറ്റാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ കടക്കുന്നു ഡിഫറൻഷ്യൽ യൂണിറ്റ്. അപ്പോൾ ഡിഫറൻഷ്യൽ യൂണിറ്റിൻ്റെ പ്രധാന 2 ധർമ്മങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ എൻജിനിൽ നിന്ന് വരുന്ന ഷാഫ്റ്റാണ് ഇത്. അപ്പോൾ ഈ ഒരു കറക്കത്തിനെ നമ്മൾ 90 ഡിഗ്രിയിലോട്ട് 2 വീലിലും എത്തിക്കുന്നു, അതൊന്ന്. പിന്നെ വാഹനം വളവ് തിരിയുമ്പോൾ ഈ ഇന്നർ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ കുറവും ഈ ഔട്ടർ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ കൂടുതലുമായിരിക്കും. ഇതിവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ യൂണിറ്റിലാണെന്ന് ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ വേറെ ഒന്നുമില്ല. ആദ്യം എഞ്ചിനിൽ നിന്ന് ഇതായി വരുന്നു ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഇതെന്താ യൂണിവേഴ്സൽ ജോയിൻറ്റ് വെച്ചെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലിപ്പ് ജോയിൻറ്റും ഉണ്ടാകും, അതതിൻ്റെ നീള വ്യത്യാസത്തെ കുറിക്കുന്നു. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കുക. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ നീള വ്യത്യാസം സഹായിക്കും ഏതാണ്? സ്ലിപ്പ് ജോയിൻറ്റ്. ഇനി ആംഗിളിലെല്ലാം റൊട്ടേഷൻ കൊടുക്കാനാണ് നമ്മൾ ഈ യൂണിവേഴ്സൽ ജോയിൻറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള ക്രൗൺ വീൽ ഉണ്ട്. അപ്പോൾ ക്രൗൺ വീൽ ഏതിൻ്റെ ഭാഗം എന്നൊക്കെ ചോദിക്കാം. ഏതിൻ്റെതാണ്? ഡിഫറൻഷ്യൽ യൂണിറ്റ്. പിന്നെയുള്ളത് അതുള്ള സൺ ഗിയറും അതൊക്കെ തന്നെയാണ്. അതെല്ലാം ഈ ഡിഫറൻഷ്യൽ യൂണിറ്റിൻ്റെ ഭാഗമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ഈ ഡിഫറൻഷ്യൽ യൂണിറ്റിൽ ഇത്രയൊക്കെ തന്നെ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് ബേസിക് ഫാക്ട്സ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന, അതായത് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ളത്, അതായത് 2 സ്ട്രോക്ക് എൻജിൻ കണ്ടെത്തിയത് ആരാണ്? ദുഗാർഡ് ക്ലർക്ക്. അപ്പോൾ 2 സ്ട്രോക്ക് എൻജിൻ കണ്ടെത്തി ആരാണ്? ദുഗാർഡ് ക്ലർക്ക്. ഒരു ക്ലർക്കാണെന്ന് ഓർക്കുക, ദുഗാർഡ് ക്ലർക്ക്. അപ്പോൾ 2 സ്ട്രോക്ക് എൻജിൻ കണ്ടെത്തി ആരാണ്? ദുഗാർഡ് ക്ലർക്ക്. ഇനി 4 സ്ട്രോക്ക് എൻജിൻ കണ്ടെത്തി ആരാണ്? നിക്കോളസ് ഓട്ടോ. അപ്പോൾ 4 സ്ട്രോക്ക് എൻജിൻ കണ്ടെത്തി ആരാണ്? നിക്കോളസ് ഓട്ടോ. 4 സ്ട്രോക്ക് എൻജിൻ കണ്ടെത്തി. ഇത് 2 തെറ്റിപ്പോകരുത്. നിക്കോളസ് ഓട്ടോ. എങ്കിൽ പറയുക ഫാദർ ഓഫ് ഓട്ടോമൊബൈൽ ആരാണ്? കാൾ ബെൻസ്. ഫാദർ ഓഫ് ഓട്ടോമൊബൈൽ ആരാണ്? കാൾ ബെൻസ്. അപ്പോൾ ഇത്രയും കൂടി ഇതിലൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.